ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. കർക്കിടക മാസത്തിൽ മലയാളികൾ പാരായണത്തിന് വിനിയോഗിക്കുന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. തുഞ്ചത്ത് ആചാര്യൻ, രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് രാമായണത്തെ പരിവർത്തിതമാക്കി മലയാളികൾക്ക് മുമ്പിൽ രാമചരിതത്തെ അവതരിപ്പിച്ചു. അതിനവിടുന്ന് സ്വീകരിച്ചത് അധ്യാത്മരാമായണത്തെയാണ്. അധ്യാത്മരാമായണം വ്യാസകൃതമാണെന്നാണ് നാം പരമ്പരയാ വിശ്വസിച്ചു പോരുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ 7 കാണ്ഡങ്ങളിൽ 64 സർഗങ്ങളിൽ 4200 ശ്ലോകങ്ങളിലായിട്ട് വിരചിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണം എന്നതാണ് പൊതുവെ നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ച് പോരുന്നത്. അത് ഉമാമഹേശ്വര സംവാദമാണ്. സാക്ഷാൽ പരമേശ്വരൻ ഉമയ്ക്ക്, പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അധ്യാത്മരാമായണം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് രാമായണത്തിൻ്റെ ആധികാരികതയും അതിൻ്റെ മഹിമയും വളരെ വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം സാക്ഷാൽ പരമേശ്വരൻ ഉപദേശിച്ചതാണ്. ഉപദേശിക്കപ്പെട്ടതോ പാർവതീദേവിക്ക്. അപ്പം ആ രീതിയിലാണ് അധ്യാത്മരാമായണം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്തത്. അതിൻ്റെ ആരംഭം പാർവതീദേവി പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കൈലാസ പർവ്വതത്തിൽ ഏകാന്തദേശത്ത് തീർത്തും ഏകാന്തതയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ വന്ദിച്ച് എത്ര രഹസ്യമാണെങ്കിലും മഹാനുഭാവന്മാരായിട്ടുള്ളവർ ഉത്തമാധികാരികൾക്ക് നൽകുമല്ലോ, ഭക്തന്മാർക്ക് ഉപദേശം ചെയ്യുമല്ലോ. അതുകൊണ്ട് എനിക്ക് രാമചരിതത്തെ പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. ഇവിടെ 1-2 ആശയങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ശരിയായ പാത്രത്വം നമ്മിലുണ്ടാകുമ്പോൾ, ഭക്തി ഉൾക്കൊള്ളാനുള്ള പാത്രത്വം നമ്മളിലുണ്ടാവുമ്പോൾ ഗുരുനാഥന്മാർ ഗോപ്യമായതും ഉപദേശിക്കും. ഗോപ്യം, രഹസ്യം എന്നൊക്കെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം. രക്ഷിക്കപ്പെടേണ്ടത്, ഗുഹ്യം, ഗോപ്യം എന്നതിൻ്റെ ഒക്കെ അർത്ഥം രക്ഷണീയം എന്നാണ്, രക്ഷിക്കപ്പെടേണ്ടത്. അപ്പം നമ്മളിലെ പാത്രത്വം വളർത്തിയെടുക്കുക, അറിയാനുള്ള കഴിവ് വളർത്തിയെടുക്കുക, അനുഗ്രഹിക്കപ്പെടാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അത് നമ്മൾ ചെയ്താൽ അനുഗ്രഹങ്ങൾ, ഉപദേശങ്ങൾ താനേ വന്നു ചേരും. ഇത് വളരെ ശ്രദ്ധേയമാണ് ജീവിതത്തിൽ. അപ്പം നമ്മുടെ ജീവിതത്തിലൂടെ അതിനുള്ള പാത്രത്വം നേടുക. അങ്ങനെ പാർവതീദേവി
ഭക്തയായതുകൊണ്ട് തനിക്ക് ഉപദേശിക്കപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്തത്. ഇവിടെ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ ഉമാമഹേശ്വര സംവാദരൂപമായ അധ്യാത്മരാമായണം? എന്താണതിന് വാൽമീകി രാമായണവുമായുള്ള ബന്ധം അഥവാ വേർതിരിവ്? രാമായണം പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാൽമീകീയ രാമായണത്തിൽ വ്യക്തമായി ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ നാരായണൻ്റെ അവതാരമാണ് എന്ന് കീർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും രാമൻ്റെ മാനുഷഭാവത്തിനാണ് വാൽമീകി മഹർഷി പ്രാധാന്യം കൊടുത്തത്. കാരണം ഉത്തമ ധർമ്മ വിഗ്രഹമായി നമ്മുടെ മുമ്പിൽ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം അവതരിപ്പിക്കുകയാണ് വാൽമീകി ചെയ്തത്. മനുഷ്യർക്ക് മുഴുവൻ ധർമാചരണത്തിനൊരു മാതൃകയെ സ്ഥാപിക്കുകയാണ് വാൽമീകി മഹർഷി ചെയ്തത്. അതുകൊണ്ട് രാമൻ്റെ മാനുഷഭാവത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ രാമചരിതം പൂർണ്ണമാവണമെങ്കിൽ രാമൻ്റെ ഈശ്വരഭാവത്തിന് പ്രാധാന്യം ലഭിക്കണം. ഇത് രണ്ടും വേണം. വാസ്തവത്തിൽ അധ്യാത്മരാമായണം ഈ കാര്യമാണ് ചെയ്യുന്നത്. രാമൻ്റെ ഈശ്വരഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമതായി, വാൽമീകി മഹർഷി ധർമ്മവിഗ്രഹമായ ശ്രീരാമൻ്റെ ജീവിതം ഹൃദയസ്പൃക്കായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. രാമൻ്റെ ജീവിതത്തോടൊപ്പം രാമയുടെ, സീതയുടെ ജീവിതവും മറ്റനേക ദിവ്യ വിഭൂതികളുടെ ജീവിതവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്തിന്? അതെല്ലാം ധർമ്മ ആചരണത്തിന് പ്രേരകമാകും വിധമാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകും. ധർമ്മം ആചരിക്കണമെന്ന ഉപദേശം കേട്ടതുകൊണ്ടോ ധർമ്മവിഗ്രഹമായ മഹാപുരുഷൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടോ മാത്രം നമുക്ക് എപ്പോഴും ധർമ്മം ആചരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അവിടെയാണ് ശുദ്ധമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തത്വവിചാരം നമുക്ക് ലഭിക്കുമെങ്കിൽ ഒരു സംശയമില്ല, ധർമാചരണത്തിന് നമ്മൾ പ്രാപ്തരാക്കും. ഇവിടെയാണ് അധ്യാത്മരാമായണത്തിൻ്റെ മഹിമ. വാൽമീകി രാമായണം ഉപദേശിക്കുന്ന ധർമ്മമെന്ന ആശയത്തിന് അഥവാ ധർമ്മവിഗ്രഹമായ രാമൻ്റെ ജീവചരിത്രത്തിന് ഒരു കോട്ടവും തട്ടാതെ പരമമായ ഭക്തിയുടെ, പരമമായ വേദാന്ത വിചാരത്തിൻ്റെ ആശയങ്ങളെ ഹൃദയസ്പൃക്കായി വർണ്ണിച്ചു, നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അധ്യാത്മരാമായണത്തിൽ. അപ്പം നമ്മെ സംബന്ധിച്ച് ഈ ഒരു ഭക്തി നമ്മളിൽ നേടാൻ കഴിഞ്ഞാൽ, അതുപോലെ വേദാന്ത വിചാരം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, ഈ പ്രപഞ്ച നാടകത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ളൊരു ശ്രമമെങ്കിലും നമ്മൾ ചെയ്താൽ ഒരു സംശയവുമില്ല, ധർമാചരണം ശക്തമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. വാസ്തവത്തിൽ ഇതാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് വിഭിന്നമായി അധ്യാത്മരാമായണം നമുക്ക് തരുന്നത്. കാരണം വാൽമീകി രാമായണത്തിൽ അത്തരം വേദാന്ത വിചാരമോ ഭക്തിപരങ്ങളായ ഉപദേശങ്ങളോ ഇല്ല. അധ്യാത്മരാമായണം ഭക്തി ഉപദേശങ്ങളെ കൊണ്ടും ഭക്തിഭാവത്തെ കൊണ്ടും വേദാന്ത വിചാരത്തെ കൊണ്ടും നിറഞ്ഞതാണ്. അതാണ് എഴുത്തച്ഛൻ മലയാളികൾക്ക് തന്നിട്ടുള്ളത്. അത് അവതരിപ്പിക്കപ്പെട്ടതോ ഉമാമഹേശ്വര സംവാദമായിട്ടാണ്. ആ സംവാദ ആരംഭം പഠിക്കുന്ന സമയത്ത് ഈ തത്വങ്ങളെല്ലാം ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് രാമായണ മഹിമയെ ഒന്നുകൂടി അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം.